മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കയറി ആദ്യത്തെ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ കൊടുക്കുന്ന ഇടം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഇരയൊക്കെ കാണുമ്പോൾ ഒരു പുലി പതുങ്ങി ഇരുന്നിട്ട് ആക്രമണം നടത്തുന്നതും അതുപോലെയാണ് ചാടി വീഴുന്നത്. ഏതോ ഒരു അജ്ഞാത ശക്തി ചാടി വീഴുമ്പോൾ വാസ്തവത്തിൽ ഈ പോലീസിന്റെ വലയത്തിനുള്ളിലേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട്. എന്റെ അടുത്തേക്കും എന്റെ ആ വനിതാ പോലീസ് ഓഫീസറുടെ അടുത്തേക്കും എത്തുകയാണ്. എത്തിയിട്ടാണ് ഈ ഉപദ്രവം നടക്കുന്നത്. അപ്പൊ അതില് നമ്മൾ കാണേണ്ടത് ഒരു ജനപ്രതിനിധി അല്ലാതെ MLA, മന്ത്രി, ഒരു സ്ത്രീയും കൂടെയാണല്ലോ. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. പക്ഷെ ഇവർ നേരെ ഈ ഇതിലേക്ക് കുതിച്ച് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഇന്റൻഷൻ വളരെ ക്ലിയർ ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത്രയ്ക്കൊന്നും ഇല്ല, നീ ചുമ്മാ ഓവറാക്കിയതാണ്. നമ്മൾ കാണുന്നത് ഈ ഇതൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ക്യാമറകളാണല്ലോ, അല്ല ഇവർക്ക് വേണ്ടി എടുക്കാൻ വന്നിട്ടുള്ള ഫോണുകളും ക്യാമറകളും ഒക്കെ ആണല്ലോ ഈ അവിടെ നിന്ന ആളുകൾ, ഈ അതായത് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നവർ. അപ്പൊ അവരുടെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ രണ്ടുപേരും അങ്ങോട്ട് കുതിച്ചെത്തുന്നുണ്ട്, പോലീസ് വലയം ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണുന്നത് മന്ത്രി വളരെ പ്രകോപിതയായി ഈ സമരക്കാരോട് അങ്ങോട്ട് അഗ്രസീവായി നിൽക്കുന്നത്. അത് ട്രിഗർ ചെയ്തത് അതിന് പ്രകോപനമായി എന്താണ്? പോലീസിന് തന്നെ മന്ത്രിയെ നിയന്ത്രിക്കേണ്ടി വന്നു. എന്റെ ശരീരം വന്നു, അതിനോടുള്ള പ്രതികരണം. അതായത് എന്റെ ശരീരം എങ്ങനെയാണ്, അപ്പൊ ഒന്ന് എന്റെ ശരീരം വേദനിച്ചു ആ സമയത്ത്. സംശയമൊന്നുമില്ലല്ലോ. അപ്പോഴാണ് ഒരാൾ ആദ്യം ഓടി വരുന്നു. ഓടി വന്നിട്ട് രണ്ടാമത്തെ ആള് ആണ് ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോ അടുത്തേക്ക് വന്നിട്ട് അയാളാണ് അവിടെ ഒരു പിടിവലി ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അതൊന്നും ക്യാമറയിൽ തെളിഞ്ഞില്ല. എന്റെ ദേഹം നൊന്തിട്ടുണ്ട്. അല്ല, അത് ഇപ്പോ ഈ പിടിവലിക്കിടെ പോലീസുകാരുടെയോ ഉദ്യോഗസ്ഥരുടെയോ മറ്റോ കൈ തട്ടിയതോ അങ്ങനെയാണെങ്കിലോ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഇയാൾ അകത്തേക്ക് വന്നിട്ട് എന്റെയും ആ വനിതാ പോലീസ് ഓഫീസറിന്റെ അടുത്തേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ വെച്ചാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. എന്റെയും ആ വനിതാ പോലീസ് ഓഫീസറിന്റെ അടുത്തേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ ദേഹം വേദനിച്ചു. ദേഹം വേദനിച്ചിട്ടുള്ള എന്റെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ഞാൻ ചോദിക്കുന്നത്. അതിൽ എഡിറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് ജീവിക്കണ്ടേ, എനിക്കിതുവഴി നടക്കണ്ടേ? എനിക്ക് നടക്കാൻ സ്വാതന്ത്ര്യം ഇല്ലേ സഹോദരങ്ങളെ? എനിക്കിവിടെ നിൽക്കാൻ സ്വാതന്ത്ര്യം ഇല്ലേ കൂടപ്പറപ്പുകളെ? എന്നൊക്കെ വളരെ വിനയത്തോടെ ഞാൻ പറഞ്ഞതിനെ AI ഉപയോഗിച്ച് എങ്ങനെയാ ജനങ്ങളിലേക്ക് എത്തിച്ചത്? എന്തിൻ്റെ സമരം, എന്തിൻ്റെ പ്രതിഷേധം, ഇങ്ങോട്ട് വാടാ, ഞാൻ അങ്ങോട്ട് വരാടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരോട് കയർക്കുന്നതിൻ്റെ, അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിൻ്റെയുമായിട്ടുള്ള രീതിയിലാണ് AI ഉപയോഗിച്ച് ശത്രുക്കൾ പ്രചരിപ്പിച്ചത്. കായികമായി നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ്. അങ്ങനെയാണ് മന്ത്രി വിചാരിക്കുന്നത്. എന്റെ ശരീരം നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. എന്റെ റെസ്പോൺസ് അതിനോടാണ്. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി, ഉടായിപ്പല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നതും ഇതാണ്. അല്ല, ഇപ്പോ പറഞ്ഞു ഈ സമരക്കാരോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ള ആളുകളോ ഷൂട്ട് ചെയ്ത വീഡിയോ ആണല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് റെയിൽവേ സ്റ്റേഷനാണ്, അവിടെ CCTV ഉണ്ട്. ഒരു ദൃശ്യങ്ങളിൽ നിന്നും KSUക്കാർ മന്ത്രിയെ ആക്രമിക്കുന്നതായ ഒരു ദൃശ്യമില്ല. അങ്ങനെന്നുണ്ടെങ്കിലല്ലേ പുറത്തു വരുള്ളൂ. മാത്രമല്ല RPF ഈ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം അവർക്ക് KSU പ്രവർത്തകർ മന്ത്രിയെ ഫിസിക്കലി അസോൾട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു തെളിവോ അല്ലെങ്കിൽ അതിന്റെ ഒരു സൂചനയോ കിട്ടിയിട്ടില്ല. അപ്പൊ ഈ ഒരു സംഭവത്തെ വല്ലാതെ ഓവർപ്ലേ ചെയ്തു എന്നൊരു സംശയം അങ്ങനെയാണ് സമൂഹത്തിൽ ഉണ്ടാവുന്നത്. ഒരു പതിയിരുന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ചാടി വീഴുകയാണ് ചെയ്യുന്നത്. ചാടി വീണിട്ട് അവിടെ നിൽക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അതിലൊരാൾ ഈ പോലീസ് വലയം ഭേദിച്ച് എൻ്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ് ചെയ്യുന്നത്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. അപ്പൊ ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഇന്റൻഷനോട് കൂടിയിട്ടാണ് കായികമായിട്ട് ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ നമ്മൾ കാണേണ്ടതായിട്ട്. അല്ല, ഏത് നാടകക്കാരാണ് എനിക്ക് ഈ വാചകങ്ങളൊക്കെ എഴുതി? ദേഹം വേദനിച്ചുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്തതെന്ന് പറഞ്ഞു. വളരെ സാധാരണ നിലയിൽ മന്ത്രിയിൽ നിന്ന് കാണാത്ത വിധത്തിലുള്ള വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് ഉണ്ടായത്. ഈ കഴുത്തിൽ അടിയേറ്റതുപോലെയുള്ള അങ്ങനത്തെ ഒരു ഫീലായിരുന്നു.
എനിക്ക് കഴുത്തിലുണ്ട്, കൈകളിലുണ്ട്. എൻ്റെ കയ്യിൽ, കഴുത്തിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കരിങ്കൊടി ഒന്ന് വീശിയതേ ഓർമ്മയുള്ളൂ. ഓ, കഴുത്തങ്ങോട്ടൊരൊറ്റ ഉളുക്കല്ലേ, അതിൻ്റെ കൂടെതാ കയ്യിലൊരു പരു. കൊല്ലാൻ ശ്രമിച്ചതാ, കൊല്ലാൻ. ഇപ്പൊ 2 പരിക്കുകളാണ് പറയുന്നത്. ഒന്ന് കയ്യിലെ ആ കുത്ത്, അത് ഇതിനു മുമ്പേ ഉള്ളതാണെന്ന് ഇതിനോടകം തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ സംഭവം വിട്ടേ. പിന്നുള്ളത് കഴുത്തിന്റെ വേദനയാണ്. ഈ കഴുത്തിന്റെ വേദന നേരത്തെ ഉള്ളത് തന്നെ ഇവര് ഇലക്ഷൻ പ്രചാരണത്തിനോടൊക്കെ അനുബന്ധിച്ച് കഴുത്തിൽ ബെൽറ്റ് ഇട്ടുകൊണ്ടൊക്കെ നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എന്താ ഉറക്കം വരുന്നു? ഞാനൊരു ജനപ്രതിനിധിയാണ്, അല്ലെ ഒരു വ്യക്തിയാണ്, ആരും ആക്കിയിട്ട് ഒരു വ്യക്തിയാണ്, ഒരു സ്ത്രീയുമാണ്. അവരുടെ കൂടെ ഒരു വനിത, ഒരു പെൺകുട്ടികളുണ്ടായിരുന്നോ, സ്ത്രീകളുണ്ടായിരുന്നോ? ഒരു സ്ത്രീക്കെതിരെ കരിങ്കൊടി വീശാൻ വരുമ്പം 5-6 വനിതകളുമായിട്ട് വന്ന് കരിങ്കൊടി വീശണമെന്നുള്ള അടിസ്ഥാന മര്യാദ പോലും അവര് കാണിച്ചില്ല. സമരത്തിലെല്ലാം കാണുന്നതല്ലേ, ജനാധിപത്യപരമായ സമരങ്ങളിലൊക്കെ കാണുന്നതല്ലേ. ഒരു സ്ത്രീക്കെതിരെ സമരം നടത്തുമ്പോൾ പെൺകുട്ടികളോ വനിതകളോ ഒക്കെ ഉണ്ടാവില്ലേ? ഇതങ്ങനെയൊന്നും അല്ലാതെ ഒരു ആൺകൂട്ടം ആക്രമിക്കുകയാണ്. അപ്പൊ എന്നെ തടയാൻ വേണ്ടി നിന്ന ആൺകൂട്ടം, പോലീസുകാരാകുന്ന ആൺകൂട്ടം എവിടെയായിരുന്നു എന്ന് ചോദിക്കരുത്. കാരണം എൻ്റെ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല അത്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങളെയും കൂടെ ഞാൻ കേസിൽ പ്രതി ചേർക്കും, വേദന കൂട്ടിയെന്നും പറഞ്ഞു. ആദ്യം അവര് പറഞ്ഞത് എന്താ, ആരും അടുത്തെത്തിയിട്ടില്ല എന്നല്ലേ. പക്ഷെ വിഷ്വൽസ് തന്നെ ഇങ്ങനെ ഒരാൾ അടുത്തെത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതിലൊരു കരിങ്കൊടി വീശുന്നതായി കാണിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ, സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഷർട്ടാണ് കരിങ്കൊടിയായി യഥാർത്ഥത്തിൽ ചിത്രീകരിക്കപ്പെട്ടത്. വീഡിയോ തെളിവുകളില്ല, ഫിസിക്കൽ അസോൾട്ടിന് വീഡിയോ തെളിവുകളില്ല, CCTV ദൃശ്യങ്ങളില്ല, യാതൊരു വീഡിയോ തെളിവുകളുമില്ല. അടുത്തെത്തി എന്നുള്ളത് ഓക്കെ, അതിനപ്പുറത്ത് തെളിവുണ്ടോ? അഭിലാഷ് സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഷർട്ട് ഉയർത്തി വീശുവോ? എങ്ങനെ ഈ ഉയർത്തി വീശുക? അന്നേരം ഒരാൾ സുരക്ഷാ ഉദ്യോഗസ്ഥ ഷർട്ട് ഊരിയിട്ട് ഉയർത്തി വീശുവാണോ ചെയ്യുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല ആ വ്യാഖ്യാനം എന്താണെന്നുള്ളത്. അപ്പൊ അത് എങ്ങനെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഷർട്ട് തലയ്ക്ക് മീതെ ഉയർന്നു പൊങ്ങുക? എങ്ങനെയാണ് പൊങ്ങുക? അപ്പോൾ ആ സമയത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരായാലും ഷർട്ട് ഊരിയിട്ടാണോ ഇത് മുകളിൽ ചെയ്യുന്നത്? അങ്ങനെയാണ് എന്തിനാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഷർട്ട് ഊരുന്നത്? അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അറ്റാക്കാണ്, ഒരു ക്ലിയർ അറ്റാക്കാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ ദൃശ്യങ്ങളുടെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി വരുമ്പോൾ മന്ത്രിയുടെ ഇടതുഭാഗത്തുണ്ടായിരുന്ന ഗൺമാൻ പ്രതിഷേധമുണ്ടായപ്പോൾ മന്ത്രിക്ക് രക്ഷയൊരുക്കാൻ വലതുഭാഗത്തേക്ക് മാറി. ഗൺമാന്റെ കരിനീല യൂണിഫോമാണ് കറുത്ത തുണിയായി CPM പ്രചരിപ്പിക്കുന്നത്. ഗൺമാന്റെ ഷോൾഡർ ബാഗിന്റെ വള്ളിയും ദൃശ്യങ്ങളിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ഇനി ഈ നാടകങ്ങളിൽ പറ്റില്ല, അത് നടപ്പില്ല. മന്ത്രി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ട്. മന്ത്രി വളരെ കൂളായിട്ട് സംസാരിക്കുന്നു, ഇടപഴകുന്നു. അപ്പോൾ ഒരു വലിയ അസോൾട്ട് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു പ്രതീതി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഉള്ള ദൃശ്യങ്ങളിലില്ല. സത്യമല്ലേ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ അറ്റാക്ക് ഉണ്ടാകുന്നു. ആദ്യം 2 കൂട്ടമായിട്ടാണ് ഇവരെത്തുന്നത്. കേട്ട് ഞാൻ മടുത്തു. അപ്പോഴാണ് ഞാൻ പറയുന്നത് എനിക്കിത് വഴി നടക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കുക അഭിലാഷേ, ഞാൻ നമ്മുടെ സംവിധാനങ്ങളിൽ ജനാധിപത്യപരമായി സമരം ചെയ്യുന്നതിനുള്ള എല്ലാ അവകാശവും ഉള്ളപ്പോഴും ഫിസിക്കൽ അസോൾട്ടാണല്ലോ നടക്കുന്നത്. ജനാധിപത്യപരമായിട്ട് അവർക്ക് ഹെൽമറ്റോ ചെടിച്ചട്ടിയോ എടുത്ത് തലയ്ക്ക് അടിച്ചുകൂടെ? ജനാധിപത്യപരമായിട്ട് റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് ട്രെയിൻ തടയാം, ആളുകളുടെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാം, അങ്ങനെ ജനാധിപത്യപരമായിട്ട് എന്തൊക്കെ ചെയ്യാമായിരുന്നു. എന്നിട്ടും അവർ ചെയ്തത് കരിങ്കൊടി വീശുക എന്നുള്ളതാണ്. അത് ശരിയാണോ? കഴിഞ്ഞ ഉടനെ മന്ത്രി വളരെ സ്വാഭാവികമായി സംസാരിക്കുന്നത് പോലെയും സ്വാഭാവികമായി ഇടപെടുന്നത് പോലെയാണ് ദൃശ്യങ്ങൾ. ചില കാര്യങ്ങൾ അവർ എഡിറ്റ് ചെയ്ത് ഇടുന്നുണ്ടാകാം, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, മൊത്തം ഗ്രാഫിക്സ്. അപ്പൊ എന്ന് മാത്രമല്ല എന്റെ നടത്തം സ്ലോ ആയി. അതായത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുമ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നടക്കും. അതായത് കയറി പിന്നെ എസ്കലേറ്ററിൽ കയറിയാണല്ലോ, എസ്കലേറ്റർ കയറുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്റെ നടത്തം സ്ലോ ആകുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് മാധ്യമങ്ങൾ തന്നിട്ടുണ്ടോ എന്നറിയില്ല. ആ സ്പീഡിലുണ്ടായ ചേഞ്ച്
അപ്പോഴാണ് ഞാൻ ഈ ഒരു ആക്രമണത്തിന്റെയും ആ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം ഞാൻ മുന്നോട്ട് നടന്നു നീങ്ങുവാണല്ലോ. അപ്പൊ നടന്നു നീങ്ങുമ്പോഴാണ് അപ്പോൾ ഞാൻ തിരിച്ച് അപ്പോഴും മീഡിയ എന്റെ പുറകെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് തിരിഞ്ഞ് ചോദിക്കുന്നത് എന്താണെന്നറിയോ, അത് അവർ കാണിക്കുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്നെ നിങ്ങൾക്ക് വെറുതെ വിട്ടൂടെ? നടന്നു പോകുന്ന മന്ത്രിയോട് പിന്നിൽ നിന്ന് സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് അവർ തിരിഞ്ഞു നിന്ന് അവരോട് ഷൗട്ട് ചെയ്യാണ്. അപ്പോൾ വന്ന് സംസാരിക്കുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥ നിങ്ങൾ ദയവ് ചെയ്ത് പ്രകോപിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. ഭരണത്തിലിരിക്കുന്നവരുടെ ഉത്തരവാദിത്വമല്ല. അവർ പ്രകോപിതരായാലും സംയമനം പാലിക്കേണ്ടത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് എന്ന് പറയുന്നത് ഇച്ചിരി കടന്ന കൈയാണ്. അങ്ങനെയല്ല ഈ നാട്ടിൽ നടന്നിട്ടുള്ളത്, അങ്ങനെയല്ല ഒരു ജനാധിപത്യ സമൂഹത്തിൽ നടന്നിട്ടുള്ളത്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ അങ്ങനെയല്ല നടക്കുക എന്ന് നമുക്കറിയാം. അതിനുശേഷം ഞാൻ മുന്നോട്ട് നടന്നു. എസ്കലേറ്റർ അപ്പോഴത്തേക്ക് എനിക്ക് വേദന ആയി. ചെവിയുടെ എനിക്ക് ആദ്യം ഞാൻ നോക്കിയത് എനിക്ക് ചെവിയുടെ അവിടെ നിന്ന് എന്തോ ഫ്ലോ ചെയ്യുന്നില്ല തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു ബ്ലഡ് വല്ലാണോ എന്ന് നോക്കിയപ്പോൾ ബ്ലഡ് അല്ല. ബ്ലഡ് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഇടയ്ക്ക് ചെവിയിലിട്ട് ആരോ കൂർത്ത മുനയുള്ള എന്തോ ഒരു ആയുധം ഉപയോഗിച്ച് കുത്തിയായിരുന്നു. അതും ദൃശ്യങ്ങളിൽ കിട്ടിയിട്ടില്ല. എടാ നീ സൂക്ഷിക്കണം, ഇവൾ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുക. പിന്നെ എനിക്ക് ഈ ചെവിയും ഈ ഭാഗവും വേദനിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പൊ ഞാൻ അഭിലാഷിനോട് പറഞ്ഞു, അഭിലാഷെ എന്നെ കൊണ്ട് പോകാൻ പറ്റും തോന്നുന്നില്ല. ഞാൻ എസ്കലേറ്ററിൽ കയറുവാണ്. അപ്പോ എനിക്ക് ഈ ഭാഗത്ത് നല്ല വേദന ആയി തുടങ്ങി. അത് ഈ ഭാഗത്താണ്. ഏതാണ്ട് ഈ അപ്പുറത്തായിരുന്നു. ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് അപ്പോഴത്തേക്ക് നല്ല വേദന തുടങ്ങി. എനിക്ക് ഈ ഭാഗത്ത് നല്ല വേദന ആയി തുടങ്ങി. അത് ഈ ഭാഗത്താണ്. എനിക്ക് നല്ല വേദനയും പിടുത്തവും ആയി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് പറഞ്ഞു. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വയ്യാതെ ഞാൻ അത് ആ വിഷ്വൽസിൽ ഉണ്ടെങ്കിൽ കാണാൻ കഴിയും. ഞാനിവിടെ പിടിച്ച് ഇല്ല. അതിനുശേഷം പെട്ടെന്ന് തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് പോവുകയാണ്. അനക്കം കൂടുന്നല്ലേ, സത്യത്തിൽ തീരാൻ വയ്യ. ഞാൻ കേട്ടു പരിയാരത്ത് ICU എന്തിനാണ് ആക്കിയത് ഇങ്ങനെയൊക്കെ പറഞ്ഞു. പരിയാരത്തെ ICU എന്ന് പറഞ്ഞാൽ ആ ICU ഇപ്പൊ പുതുതായിട്ട് നമ്മൾ സജ്ജമാക്കിയതാണ്. ഞാൻ ചെല്ലുന്ന ദിവസം അവിടെ അത് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി സജ്ജമാക്കിയത്. ആ ICU വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ ഈ തുടർച്ചയായ ദിവസങ്ങളിൽ എനിക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ ഒരു കാഠിന്യം, അത് ഏതൊക്കെ തരത്തിലാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അല്ല, അപ്പൊ ആരോഗ്യത്തിന്റെ ഗുരുതരാവസ്ഥയേക്കാൾ ഈ പ്രത്യേക സാഹചര്യം പരിഗണിച്ചാണ് ICUവിൽ. അത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഭാഗത്തു നിന്ന് എനിക്ക് ഉള്ളത് എന്റെ വേദനകളും എന്റെ കഴുത്തിന്റെ വേദനയും എന്റെ കൈയുടെ വേദനയും അതോടൊപ്പം തന്നെ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തതുപോലെയുള്ള ഈ വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നാണിപ്പോ എനിക്ക് അത് ഛർദില് കുറഞ്ഞിട്ടുള്ളത്. ആക്രമിക്കുന്ന ഇപ്പോ നമ്മളൊരു ഇങ്ങനെ ഒരു ആക്രമണമൊക്കെ ഉണ്ടാവുമ്പോൾ വാസ്തവത്തിൽ അതിനെ പൊതുവിൽ അപലപിക്കുകയാണ് ചെയ്യുക. അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും. പക്ഷെ എവിടെ ഈ കോൺഗ്രസിന്റെയും അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ എവിടെ വനിതാ നേതാക്കളൊക്കെ എവിടെ? ഞങ്ങൾ എന്താ മണ്ടന്മാരാണെന്ന് കരുതിയോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ത്രീക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായപ്പോ ആരെങ്കിലും ഇതില് അപലപിച്ചോ? നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. CPM നേതാക്കളാകെ തന്നെ മന്ത്രി സാരമായി പരുക്കേറ്റ ICUവിൽ കിടക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം വാർഡിലേക്കോ അതല്ലെങ്കിൽ റൂമിലേക്കോ മാറ്റാതെ നമ്മുടെ ഈ റോഡിലൂടെ, ഇത്രയും മോശമായി കിടക്കുന്ന റോഡിലൂടെ കാറിൽ പത്തനംതിട്ടയിലേക്ക് വന്നു. അപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ചോദിച്ചത് ഗുരുതരാവസ്ഥയെ തന്നെ മന്ത്രി പരിഹസിക്കുന്നതാണ്. ഇത് ഇവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് കഴിയുള്ളൂ. അഭിലാഷ് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഈ രീതിയിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ കിടന്ന ICU എന്നുള്ളത് പരിയാരത്തെ ആ ICUവിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഏതാനും മണിക്കൂറുകൾ മുമ്പ് ICUവിൽ തുടരണം, അടിയന്തരമായിട്ടുള്ള ചികിത്സ ആവശ്യമുണ്ട്, യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് ബുള്ളറ്റിൻ ഇറക്കിയവർ വെളുപ്പിനെ 4 മണിക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു അടിയന്തര സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാം കയ്യിൽ നിന്ന് പോവാ. ഞാൻ പൊതുവിൽ റോഡിലൂടെ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്, ഇവിടെ കൂടുതലായിട്ടും. ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ചെറുക്കൊന്നും വളരെ കുറവുള്ള രീതിയിലാണ് ഒരു സ്വകാര്യ വാഹനത്തിൽ, നമ്മുടെ ഒരു ബന്ധുവിന്റെ വാഹനത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ റോഡിലൂടെ പോയാൽ ഒരു സാധാരണ മനുഷ്യന്റെ പെടലി വെട്ടും.
അപ്പോൾ അങ്ങനത്തെ ഒരു റോഡിലൂടെ സഞ്ചരിച്ച് ഇങ്ങനെ ഒരു അടിയന്തര ചികിത്സ ആവശ്യം ഉണ്ടായിരുന്ന ഒരു മന്ത്രിയെ അങ്ങനെ വരേണ്ട സാഹചര്യം എന്താണ്? ഓരോ ഉടായ്പായിട്ട് അറിയിക്കോളൂ. ആദ്യം അവർ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടത് എൻ്റെ അടുത്ത് വന്നില്ലെന്നായിരുന്നു. അത് മാറിയോ? എൻ്റെ അടുത്ത് ഇവരുടെ ഒരാൾ വന്ന് നിൽക്കുന്നതിന്റെ വിഷ്വൽ ഉണ്ടല്ലോ, ഇല്ലേ? പോലീസിന്റെ വലയത്തിലാണ്, പോലീസുകാരുടെ നടുക്കാണ് മന്ത്രി. മാറ്റി പറയാൻ പറ്റുമോ? എനിക്കിങ്ങനെ അറിയുള്ളൂ. അതെ, പോലീസിന്റെ വലയം ഭേദിച്ചുള്ളിലേക്ക് ഒരു ആൾ കയറി വരികയാണെന്നേ. അപ്പോ ആദ്യം ഇവര് പറഞ്ഞു അടുത്തെത്തിയിട്ടില്ല. അത് കള്ളമായിരുന്നോ? പൂർണ്ണമായിട്ടും കള്ളമായിരുന്നു. അടുത്തത് എന്താ ഇവര് പറഞ്ഞേ? ഇപ്പൊ അവര് പറയുന്നു ആക്രമിച്ച വിഷ്വൽ ഇല്ല. ഈ വിഷ്വൽ എന്താ ആക്രമിച്ച ഇല്ലാത്ത? അവര് കൊണ്ടുവന്ന ക്യാമറയും അവരുടെ ചാനലുമാണ് ഉള്ളത്. അതിൽ ആക്രമിച്ച വിഷ്വൽസ് കിട്ടത്തില്ലല്ലോ. അല്ല, CCTV ഇല്ല. അല്ല, CCTV ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.